ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യം. യോഹന്നാൻ 12:35. അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വെളിച്ച മക്കളാകുക എന്ന ശക്തമായ ആഹ്വാനം കർത്താവ് ഈ വേദഭാഗത്ത് നൽകുന്നു. മരണതാഴ്വര ഉണർത്തുന്ന ഭയാനകത്വവും ദൈവഹിതാനുസരണത്തിൻ്റെ സൗരഭ്യവും ഒരുപോലെ പങ്കുവയ്ക്കുന്ന ഒരു സുവിശേഷ ഖണ്ഡമായി ഈ വേദഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് 12-ാം അധ്യായത്തിന് 27 മുതൽ 36 വരെയുള്ള വേദഭാഗം. ഈ വേദഭാഗത്ത് ഒന്ന് തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു വന്ന യവനന്മാരോടുള്ള യേശുവിൻ്റെ സന്ദേശം സുവ്യക്തമായിരുന്നു. ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുമ്പോൾ അത് വളരെ ഫലം ഉണ്ടാക്കുന്നു. അതിനെ അഴിയുവാൻ അനുവദിക്കുന്നില്ലെങ്കിൽ വിത്ത് പ്രയോജനരഹിതമാകും. തൻ്റെ ദൗത്യ പൂർത്തീകരണം ക്രൂശിൻ്റെ ശൈലിയിലാണെന്ന് യേശുവിന് ഉറപ്പായിരുന്നു. എങ്കിലും കർത്താവ് പിതാവിനോട് ഈ നാഴികയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേയറ്റം നിശ്ചയദാർഢ്യമുള്ള മനസ്സുകളും ഒരുപക്ഷെ കലങ്ങിപ്പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. ഒരു ആശങ്കയും ഇല്ലാതിരിക്കുക എന്നതല്ല യഥാർത്ഥ ധൈര്യത്തിൻ്റെ ലക്ഷണം. ഭയങ്ങളും ആശങ്കകളും ഉണ്ടായിരിക്കെ തന്നെ ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് യഥാർത്ഥ ധൈര്യം. യേശുവിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ പരിസമാപ്തി ഭയവും ആശങ്കയുമല്ല, വിജയവും സുനിശ്ചിതത്വവുമാണ്. ഭയത്തെ ധൈര്യമായും ആശങ്കകളെ ദർശനബോധ്യമായുമാക്കി തീർക്കുന്ന രൂപാന്തരം ദൈവിക ഹിതം അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടായി എന്ന് വരാം. തങ്ങൾ ദൈവഹിതാനുസരണമാണ് പ്രവർത്തിക്കുന്നത് എന്നറിയുന്നവർ അവരുടെ ആകുലതകളുടെ നടുവിൽ ദൈവശബ്ദം കേൾക്കും. രണ്ടാമത്, നാഴികയെക്കുറിച്ചുള്ള വിചാരധാരയിൽ ഒരു വലിയ മാറ്റം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ അത് കാനാ മുതൽ കാൽവരി വരെയുള്ള യാത്രയാണ്. അവിടെ നാഴികയെക്കുറിച്ച് കർത്താവ് പലപ്പോഴായി സംസാരിക്കുന്നുണ്ട്. എൻ്റെ നാഴിക വന്നിട്ടില്ല എന്നാണ് യേശു ഇതുവരെ പറഞ്ഞിരുന്നതെങ്കിൽ ഈ ഭാഗത്ത് യേശു പറയുന്നത് പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്നാണ്. നാഴിക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പുത്രന്റെ സഹനത്തിലൂടെ പിതാവ് മഹത്വീകരിക്കപ്പെടുന്ന സമയം എന്നാണ്. ഈ സഹന നാഴികയ്ക്ക് വേണ്ടി ആക്കപ്പെടുന്ന അനുഭവങ്ങളാണ് തൻ്റെ ജീവിതയാത്രയിലെ ഓരോ സന്ദർഭത്തെയും യേശു കണ്ടത്. പരമമായ ജീവിത നിയോഗങ്ങളുടെ വിജയകരമായ പൂർത്തീകരണത്തിനുള്ള പരിശീലനമായി അനുഭവങ്ങളെ കാണുന്നവർക്ക് മാത്രമേ തങ്ങളുടെ ജീവിത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്, ജനങ്ങളോട് വെളിച്ച മക്കളായി തീരണമെന്ന് യേശു പ്രബോധിപ്പിക്കുന്നു. വെളിച്ചമക്കൾ എന്ന പ്രയോഗം ലൂക്കോസ് 16-ാം അധ്യായത്തിലും അതുപോലെ എഫേസ്യർ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രകാശത്തെ കാണുകയും അതിനോട് താതാത്മ്യപ്പെടുകയും ആ വെളിച്ചത്തിൽ നടക്കുകയും ചെയ്യുന്നവരെയാണ് വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കുന്നത്. അന്ധകാര താഴ്വരകളിലൂടെ അവർ നടന്നാലും അവർ തങ്ങളെ പ്രകാശിപ്പിച്ച പ്രകാശത്താൽ പ്രകാശത്തിൻ്റെ തുരുത്തുകളാവുകയും ആ താഴ്വരയെ തന്നെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവരെ പ്രകാശപൂരിതമാക്കുകയും ചെയ്യും. നമ്മൾ പ്രകാശത്തിൽ നടക്കാതെ ഇരുന്നാൽ
അന്ധകാരം നമ്മെ മൂടുകയും മാർഗദർശനമില്ലാതെ നമ്മൾ വലയുകയും ചെയ്യും. യേശു ജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, വെളിച്ചം ഇനി കുറച്ച് സമയത്തേക്ക് മാത്രം അവരുടെ മധ്യത്തിൽ നിലനിൽക്കൂ എന്നതാണ്. അന്ധകാര മേഖലകളിൽ നിന്ന് മാറി പ്രകാശ മേഖലകളിലേക്ക് വന്നെത്തുന്നതിന് തിടുക്ക ബോധമുണ്ടാകണമെന്ന് കർത്താവ് പ്രബോധിപ്പിക്കുന്നു. ദൈവഹിതത്തിന് വിധേയപ്പെട്ട് വെളിച്ചത്തിന്റെ മക്കളായി തീർന്ന ജീവിത സാഫല്യം അനുഭവിക്കുന്ന കാര്യം അവധിക്ക് വെച്ചുകൂടാ. കാരണം ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി ഏത് സമയത്തും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ആ രാത്രികളെ പ്രകാശപൂരിതമാക്കാൻ പ്രകാശത്തിന്റെ ഉപാസകരായി തീരേണ്ടത് അനിവാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയ ദിനത്തിനായും അതിൻ്റെ സാധ്യതയ്ക്കായും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. വെളിച്ചത്തിന്റെ മക്കളായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ഇരുളിനെ അറിയാതെ സ്നേഹിച്ചു പോകുന്ന കുറവുകൾ ഞങ്ങളിലുണ്ട്. ലോകത്തിന്റെ വെളിച്ചമായ പരമമായ വെളിച്ചത്തെ സ്വീകരിപ്പാൻ, അതിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് അത് പരത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശമുള്ളവരായി ഞങ്ങളുടെ ജീവിത മണ്ഡലങ്ങളിൽ ശോഭിപ്പാൻ സഹായിക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർക്കുന്നു. കരുണയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതിയ പന്ഥാവുകളിലൂടെ നയിച്ചുകൊള്ളണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും വെളിച്ചവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.